നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്ന് പുറത്തുവന്ന വാർത്തകളുടെ സമഗ്രമായ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. ആദ്യ വാർത്തയിലേക്ക് പോകുന്നു. രാജ്യത്തിന്റെ അഭിമാനമായി വിഴിഞ്ഞം. കേരളം കാത്തിരുന്ന അഭിമാന പദ്ധതിക്ക് വിഴിഞ്ഞത്ത് സ്വപ്ന സാക്ഷാത്കാരം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖം വികസനത്തിന്റെ പുതിയ മാതൃകയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കുന്നതിലെ LDF പങ്ക് നിരത്തിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചടങ്ങിലെ പ്രസംഗം. This is not just a new port, but the beginning of a new era that will give Indian trade and logistics a stronger global presence. ഇനി വികസന കപ്പലുകൾ കേരള തീരത്തേക്ക്. സംസ്ഥാനത്തിന്റെ അഭിമാന കവാടം വിഴിഞ്ഞത്തെ രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വരും വർഷങ്ങളിൽ വിഴിഞ്ഞത്തിന്റെ ശേഷി 10 മടങ്ങാക്കുമെന്ന പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. ന്യൂ ഏജ് ഡെവലപ്മെന്റ് കാ സിംബൽ ये विजिंगम डीप वाटर सी पोर्ट है. मैं केरला के लोगों को, देश के लोगों को बहुत बहुत बधाई देता हूं. കേവലം തുറമുഖം തുറക്കലല്ല, വികസനത്തിലേക്കുള്ള മഹാകവാടമാണ് വിഴിഞ്ഞമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതി രൂപപ്പെടുത്തിയതും നടപ്പാക്കിയതും LDF സർക്കാർ. പദ്ധതിയുടെ കണക്ക് നിരത്തിയായിരുന്നു കമ്മീഷനിംഗ് വേദിയിൽ മുഖ്യമന്ത്രിയുടെ അവകാശവാദം. അങ്ങനെ നമ്മൾ ഇതും നേടി. ഇത് കേരളത്തിന്റെ ദീർഘകാലമായ സ്വപ്നമാണ്. കമ്മീഷനിങ്ങിന് മുമ്പ് പദ്ധതി പ്രദേശം പ്രധാനമന്ത്രി സന്ദർശിച്ചു. അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിയും വിഴിഞ്ഞം തുറമുഖം MD കരൺ അദാനിയും ചടങ്ങിന്റെ ഭാഗമായി. വേദിയിൽ ഇരിപ്പിടമൊരുക്കിയെങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചടങ്ങിൽ പങ്കെടുത്തില്ല. എന്നാൽ ശശി തരൂർ MPയും M വിൻസെന്റ് MLAയും കമ്മീഷനിംഗ് ചടങ്ങിൽ പങ്കെടുത്തു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും വേദിയിൽ ഇരിപ്പിടമുണ്ടായിരുന്നു. ഇനി വിശാലമാണ് വിഴിഞ്ഞത്തെ ആകാശവും വിഴിഞ്ഞം തീരവും. കേരളത്തിന്റെ വികസനത്തിന് വേഗമേകി ഇനി ലോകം വിഴിഞ്ഞത്ത് നങ്കൂരമിടും. ക്യാമറാമാൻ സിറിലിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിംഗ് വേദിയിൽ ഇന്ത്യ മുന്നണിയെ വിമർശിച്ചും അദാനിയെ പ്രശംസിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഴിഞ്ഞത്തെ ചടങ്ങ് ഇന്ത്യ മുന്നണിയിലെ ചിലരുടെ ഉറക്കം കെടുത്തുമെന്നായിരുന്നു പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിക്ക് നേരെയുള്ള നരേന്ദ്രമോദിയുടെ ഒളിയമ്പ്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ വിമർശിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം രംഗത്തെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ശശി തരൂരിന്റെയും പേരെടുത്തു പറഞ്ഞ് നരേന്ദ്രമോദി വിരൽ ചൂണ്ടിയത് ഇന്ത്യ സഖ്യത്തെ. ഗൗതം അദാനിക്കൊപ്പം ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ വേദി പങ്കിടുന്നത് ചിലരുടെ ഉറക്കം കെടുത്തുമെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശം ലക്ഷ്യം വെച്ചത് രാഹുൽ ഗാന്ധിയെ. हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा, आप तो इंडी अलायंस के बहुत बड़े मजबूत पिलर है. यहां शशि थरूर भी बैठे हैं और आज का ये इवेंट कई लोगों की नींद हराम कर देगा. ഗുജറാത്തിനേക്കാൾ വലിയ തുറമുഖമാണ് അദാനി കേരളത്തിൽ നിർമ്മിച്ചതെന്നും പ്രധാനമന്ത്രിയുടെ പ്രശംസ. സ്വാഗത പ്രസംഗത്തിൽ അദാനിയെ പാർട്ണർ എന്ന് വിശേഷിപ്പിച്ച VN വാസവന്റെ സ്വാഗത പ്രസംഗവും മോദി ആയുധമാക്കി. കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഇങ്ങനെ പറഞ്ഞതാണ് മാറുന്ന ഭാരതമെന്ന് മോദി. एक कम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर ये बदलता हुआ भारत है. കഴിഞ്ഞ 10 വർഷം കേന്ദ്ര സർക്കാർ കേരളത്തിലേക്ക് വികസനം കൊണ്ടുവന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതും ചൂണ്ടിക്കാട്ടി. എന്നാൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ വിമർശിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം രംഗത്ത്. പ്രധാനമന്ത്രിയെ പോലുള്ള ഒരാൾ ഇത്ര തരംതാണ പരാമർശങ്ങൾ നടത്തുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. ഒരു മന്ത്രിയുടെ പ്രസംഗമെടുത്ത് പ്രധാനമന്ത്രി രാഷ്ട്രീയം പറയാന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ഇത്രയും മോശമായിട്ട്, അതും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന വേദിയിൽ പ്രൈം മിനിസ്റ്റർ രാഷ്ട്രീയം പറയുമ്പോൾ അവിടെ വെച്ച് തന്നെ ചുട്ട മറുപടി കൊടുക്കേണ്ടതല്ലേ? മുഖ്യമന്ത്രിയല്ലേ, മുഖ്യമന്ത്രിക്ക് മൈക്കെടുക്കാമല്ലോ എപ്പോൾ വേണമെങ്കിലും. പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിപക്ഷം സർക്കാരിനൊപ്പം നിൽക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി തരം താഴ്ന്ന രാഷ്ട്രീയം കളിക്കുന്നെന്നും കോൺഗ്രസ് വിമർശിച്ചു. 24 തിരുവനന്തപുരം. തന്റെ പ്രസംഗം സൂചിപ്പിച്ച് പ്രധാനമന്ത്രി നടത്തിയ പരാമർശത്തിൽ മറുപടിയുമായി മന്ത്രി VN വാസവൻ. BJP കാണുന്നത് പോലെയല്ല LDF സർക്കാർ അദാനിയെ കാണുന്നത്. അദാനിയെ കൂട്ടുപിടിച്ചുള്ള ചങ്ങാത്ത മുതലാളിത്തം BJPയുടെ രീതിയാണ്. LDF അതിന് അനുകൂലമല്ലെന്ന് മന്ത്രി VN വാസവൻ 24നോട് പറഞ്ഞു.
പ്രധാനമന്ത്രി അതിനെ കാണുന്ന പോലെയല്ല ഞങ്ങളതിനെ കാണുന്നത്. അദ്ദേഹം സന്ദർഭവശാൽ ഒരു നർമ്മം കലർന്ന ഭാഷയിൽ മറ്റൊരു ശൈലിയിൽ അതെടുത്തു എന്നുള്ളത് പറഞ്ഞാൽ, ഞങ്ങൾ അദാനിയെ കൂട്ടിച്ചേർത്ത് ഏതെങ്കിലും ലാഭം ഉണ്ടാക്കാനോ അദാനിയെ നന്നാക്കി കൊണ്ടുപോകുന്ന വീക്ഷണത്തിലല്ലല്ലോ നമ്മൾ ഇതിനകത്ത് ഇടപെടും. ഒരു നിശ്ചിത ഘട്ടം കഴിയുമ്പോൾ അദാനിയുടെ വിഹിതം തീർന്നു കഴിഞ്ഞാൽ അവർ സ്ഥലം വിട്ടു പോകണം, പോർട്ട് പിന്നെ നമ്മുടേതായി, സംസ്ഥാന ഗവൺമെൻറ്റേതായി. പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ നമ്മൾ ഈ കാര്യത്തിൽ ഇൻ പ്രിൻസിപ്പിൾ ഈ കരാറിൽ ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് പോയിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് അതിൻ്റെ ഒരു പരാമർശം. അല്ലാതെ അദാനിയെ നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ അവരുടെ മുതലാളിത്ത രീതിയും അത് BJP ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഭാഗമായി കുറേ ശിങ്കിടികളെ വളർത്തിയെടുക്കുന്ന ശിങ്കിടി മുതലാളിത്തം, അതല്ല സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വീക്ഷണം. വിഴിഞ്ഞത്ത് കേന്ദ്രത്തിന് പങ്കില്ലെന്ന് പറയാതെ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും കമ്മീഷനിംഗ് ചടങ്ങിൽ മുഖ്യമന്ത്രി പരാമർശിച്ചില്ല. മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തിയായിരുന്നു ചടങ്ങിൽ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവന്റെ പ്രസംഗം. പ്രസംഗത്തിൽ കേന്ദ്രത്തെയും പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രി പരാമർശിച്ചത് ഒരു തവണ മാത്രം. ചടങ്ങിൽ പങ്കെടുത്തതിന് പ്രധാനമന്ത്രിക്ക് നന്ദിയെന്ന് മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും മുഖ്യമന്ത്രി പരാമർശിച്ചില്ല. എന്നാൽ പദ്ധതി നടപ്പാക്കിയത് LDF ആണെന്ന് മുഖ്യമന്ത്രി എണ്ണിപ്പറഞ്ഞു. 1996 LDF സർക്കാർ രൂപപ്പെടുത്തിയ പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാവുന്നത്. 2016 അധികാരത്തിൽ വന്നതിനെ തുടർന്നുള്ള ഘട്ടത്തിൽ ബൃഹത് തുറമുഖമായി വിഴിഞ്ഞം വളരുന്നതിനുള്ള നിലപാടുകൾ എടുത്തത്. അതാണ് വിഴിഞ്ഞത്തെ ഇന്നത്തെ നിലയിൽ യാഥാർത്ഥ്യമാക്കി മാറ്റിയത്. മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തിയായിരുന്നു തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവന്റെ സ്വാഗത പ്രസംഗം. പിണറായി വിഴിഞ്ഞത്തിന്റെ ശില്പിയെന്നും കാലം കാത്തുവെച്ച കർമ്മയോഗിയെന്നും മന്ത്രി. 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് ഈ തുറമുഖം ഈ പൂർണ്ണതയിലേക്ക് എത്താൻ ഇടവന്നത് എന്ന് എടുത്തു പറയുകയാണ്. കാലം കരുതി വെച്ച കർമ്മയോഗി, ഈ തുറമുഖത്തിന്റെ ശില്പി ശ്രീ പിണറായി വിജയൻ അവറുകളാണ്. ഒരു കല്ലിന്റെ സംഭാവന ആരും മറക്കില്ലെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പങ്ക് ഓർമ്മിപ്പിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് മന്ത്രി P. രാജീവിന്റെ മറുപടി. അന്നത്തെ സംഭാവനകൾ ആരും വിസ്മരിക്കുന്നില്ല. ഒരു കല്ലിന്റെ സംഭാവന, അതുപോലെ കരാറിലേക്ക് വന്നത്, അതിനു മുൻപുണ്ടായ ചൈനീസ് കമ്പനിക്ക് ബിഡിങ് കിട്ടിയത്, അതിന് അനുമതി കിട്ടാതെ പോയത്, ഇങ്ങനെയുള്ള എല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. അതെല്ലാവരും കാണുകയും ചെയ്യുന്നുണ്ട്. 24 തിരുവനന്തപുരം. കമ്മീഷനിംഗ് ദിവസവും വിഴിഞ്ഞത്ത് വിട്ടൊഴിയാതെ വിവാദം. വിഴിഞ്ഞം പദ്ധതിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പങ്ക് ഓർമ്മപ്പെടുത്തി UDF നേതാക്കൾ രംഗത്തെത്തി. ദേശീയഗാനം പോലും ആലപിക്കാതിരുന്ന ചടങ്ങ് നിറം മങ്ങിയതെന്നാണ് നേതാക്കളുടെ വിമർശനം. തുറമുഖത്തിന്റെ പേരിൽ വർഷങ്ങളായി രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ച വാക്പോരും വിവാദങ്ങളും കമ്മീഷനിംഗ് ദിവസവും മാറി നിന്നില്ല. പദ്ധതി നടപ്പാക്കുമെന്ന 2015 ഉമ്മൻചാണ്ടിയുടെ നിയമസഭാ പ്രസംഗം പങ്കുവച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. കമ്മീഷനിംഗ് വേദിയിൽ ഇരിപ്പിടമൊരുക്കിയെങ്കിലും VD സതീശൻ ചടങ്ങിൽ പങ്കെടുത്തില്ല. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് ഓർമ്മപ്പെടുത്തി UDF നേതാക്കൾ. നിശ്ചയദാർഢ്യത്തോടെ വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ ഒപ്പിടുകയും നടപ്പാക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയും കല്ലിടുകയും സാങ്ഷനുകൾ വാങ്ങിക്കുകയും ചെയ്തത് UDF ഗവൺമെൻറ് കാലത്താണ്. ഇതുകൊണ്ടൊന്നും ഈ 2 പേർക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് കിട്ടാൻ പോകുന്നില്ല. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ റിയാക്ഷൻ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. കമ്മീഷനിംഗ് ചടങ്ങിൽ പങ്കെടുക്കും മുമ്പ് കോവളം MLA M. വിൻസെന്റ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി. പ്രധാനമന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയും പങ്കെടുത്ത ചടങ്ങിൽ ദേശീയഗാനം പോലും ആലപിച്ചില്ലെന്ന് കോൺഗ്രസ് വിമർശിച്ചു. പ്രധാനമന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയും എല്ലാം ഉള്ള ഒരു ചടങ്ങിൽ ദേശീയഗാനം പോലും അവിടെ ആലപിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമായ വസ്തുതയാണ്. വിഴിഞ്ഞത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെയും UDF നേതാക്കൾ വിമർശനമുയർത്തി. മുഖ്യമന്ത്രിക്ക് ചരിത്രമറിയില്ലെങ്കിലും നാട്ടുകാർക്കറിയാമെന്നായിരുന്നു UDF കൺവീനർ MM ഹസന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. വിഴിഞ്ഞം കമ്മീഷനിംഗ് വേദിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ മുദ്രാവാക്യം വിളിയും ഏറെ ചർച്ചയായി. 11 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങിന് 10 മണിയോടെ എത്തിയ രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ ഏറെ സമയം തനിച്ചായിരുന്നു. ഈ സമയം സദസ്സിലിരുന്ന BJP പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. ഇതോടെ സ്റ്റേജിലിരുന്ന് ഒറ്റയ്ക്ക് കൈയുയർത്തി രാജീവ് ചന്ദ്രശേഖർ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ നടപടിയെ മന്ത്രി VN വാസവൻ വിമർശിച്ചു. അതൊരു വളരെ സംഗീതമായ വില കുറഞ്ഞ നിലപാടായി പോയി എന്ന് വേണം പറയാൻ. കാരണം ആ വേദി
ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണത്തിൻ്റെ വേദിയായിട്ടല്ല ഉപയോഗിക്കേണ്ടത്. മറിച്ച് വികസനത്തിൽ രാഷ്ട്രീയമില്ല. അതുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാനും അവിടെ ഇരുന്ന് ആ കാര്യത്തിൽ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കാനും ആർക്കും ആ വേദിയിൽ അവകാശമില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്ന് പങ്കെടുക്കുന്നൊരു ചടങ്ങിൽ വ്യത്യസ്ത രാഷ്ട്രീയക്കാരും വ്യത്യസ്ത ചിന്താഗതിക്കാരും ഒക്കെ ഉള്ളിടത്ത് അങ്ങനെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിപ്പോയി, അത് അപലനീയമാണെന്നാണ് പറയാനുള്ളത്. രാജീവ് ചന്ദ്രശേഖരനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയും സജീവമാണ്. രാജീവ് ചന്ദ്രശേഖരനെ കോൺഗ്രസ് നേതാവ് VT ബൽറാം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരിഹസിച്ചു. ഞങ്ങൾ സദസ്സിലുണ്ട്, രാജീവ് ചന്ദ്രശേഖർ വേദിയിലെന്നുമെന്നായിരുന്നു ഫേസ്ബുക്കിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയതിൽ പിഴവ്. ഇന്ത്യ മുന്നണിയെ വിമർശിക്കുന്ന പ്രസംഗ ഭാഗം പരിഭാഷപ്പെടുത്തിയതിലാണ് വിവർത്തകൻ പള്ളിപ്പുറം ജയകുമാറിന് പിഴവ് സംഭവിച്ചത്. हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा, आप तो इंडिया अलायंस के बहुत बड़े मजबूत पिलर है। यहां शशि थरूर भी बैठे हैं और आज का ये इवेंट कई लोगों की नींद हराम कर देगा. നമ്മുടെ എയർലൈൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആവശ്യമായ ശ്രദ്ധ നൽകണം. He could not. वाल मैसेज चला गया जहां जा रहा था. പ്രസംഗം പരിഭാഷപ്പെടുത്തലിൽ പിഴവുണ്ടായെന്ന് പള്ളിപ്പുറം ജയകുമാർ സമ്മതിച്ചു. ബോധപൂർവം പിഴവ് വരുത്തിയിട്ടില്ല. താൻ നരേന്ദ്രമോദിയുടെ ആരാധകനാണെന്നും വർഷങ്ങളായി BJP അനുഭാവിയാണെന്നും പള്ളിപ്പുറം ജയകുമാർ 24-നോട് പറഞ്ഞു. എനിക്ക് ഇന്ന് അവിടെ ഒരു ടെക്നിക്കലി ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ നിന്ന പോഡിയത്തിനടുത്ത് വച്ചിരുന്ന ഔട്ട്പുട്ട് ഓഡിയോ നന്നായിട്ട് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് ഫോളോ ചെയ്തു. അദ്ദേഹം പല സ്ഥലത്തും കൂട്ടിച്ചേർത്ത് പറഞ്ഞു. എങ്കിലും ഈ ഒരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ഞാൻ അത് അദ്ദേഹം പറഞ്ഞത് വ്യക്തമായി എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഒരു രാഷ്ട്ര നേതാവിൻ്റെ ഒരു പ്രസംഗത്തിന് ഒരു തെറ്റ് വരുത്താൻ പാടില്ല. അത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 5 വയസ്സ് മുതൽ BJPയുടെ അനുഭാവിയാണ്. സർക്കാർ സർവീസിലായിരുന്നതുകൊണ്ട് ഞാൻ പരസ്യമായ പ്രവർത്തനമില്ലെങ്കിലും ഞാൻ വ്യക്തമായി BJP അനുഭാവം, റിട്ടയർഡ് ആയതിനു ശേഷം വ്യക്തമായ രാഷ്ട്രീയ ചായ്വുള്ള ആളാണ്. മോദിജിയുടെ ആരാധകനാണ്. അതാണ് എൻ്റെ ഒരു പ്രധാന കാര്യം. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യൻ തിരിച്ചടി ഭയന്ന് കൊടും ഭീകരൻ ഹാഫിസ് സയ്യിദിനെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ താവളത്തിലേക്ക് മാറ്റി പാകിസ്ഥാൻ. ലഹോറിൽ ഹാഫിസ് സയ്യിദിന്റെ വീടിന് ചുറ്റും കമാൻഡോകളെ വിന്യസിച്ചുവെങ്കിലും സുരക്ഷ ഭയന്നാണ് പുതിയ നീക്കം. അതേസമയം അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ. പ്രതിഷേധങ്ങൾക്കൊടുവിൽ വാഗ അട്ടാരി അതിർത്തി പാകിസ്ഥാൻ സ്വന്തം പൗരന്മാർക്കായി തുറന്നുകൊടുത്തു. അതിർത്തിയിൽ യുദ്ധസമാന സാഹചര്യമാണ്. 8ാം ദിനവും നിയന്ത്രണ രേഖയ്ക്ക് സമീപം വീണ്ടും പാക് പോസ്റ്റുകളിൽ നിന്ന് വെടിവെപ്പുണ്ടായി. കുപ്വാര, ബാരാമുള്ള, പുഞ്ച്, അഖ്നൂർ സെക്ടറുകളിലാണ് വെടിവെപ്പ് ഉണ്ടായത്. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. പാക് സൈനിക മേധാവി അതിർത്തി മേഖലയിലേക്ക് എത്തുകയും പാകിസ്ഥാന്റെ സൈനികാഭ്യാസം നിരീക്ഷിക്കുകയും ചെയ്തു. ഇന്ത്യൻ കടന്നുകയറ്റമുണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ലാഹോറിനും ഇസ്ലാമാബാദിനും പിന്നാലെ കൂടുതൽ നഗരങ്ങളിൽ നോ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ചു. ഡ്രോണുകളടക്കം വെടിവെച്ചിടുമെന്ന് മുന്നറിയിപ്പ്. അതേസമയം വാഗ അതിർത്തിയിൽ കുടുങ്ങിക്കിടന്ന പൗരന്മാർക്കായി ഒടുവിൽ പാകിസ്ഥാൻ അതിർത്തി വാതിൽ തുറന്നു. യാതൊരു വിശദീകരണവും നൽകാതെയാണ് ഇന്നലെ സ്വന്തം പൗരന്മാരെ പാകിസ്ഥാൻ തടഞ്ഞത്. മടങ്ങാനുള്ള സമയം കഴിഞ്ഞിട്ടും പാക് പൗരന്മാർക്ക് തിരിച്ചുപോകാൻ ഇന്ത്യ അനുവാദം നൽകിയപ്പോഴാണ് പാകിസ്ഥാന്റെ ഈ സമീപനം. 24 ഡൽഹി. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ എത്തിയത് കോഗർനാഗ് വനമേഖലയിൽ നിന്നാണെന്ന് കണ്ടെത്തൽ. ഭീകരർ ഉപയോഗിച്ച ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണുകൾ ഛത്രു വനമേഖലയിൽ നിന്ന് കണ്ടെടുത്തു. പഹൽഗാമിലെത്തിയ സംഘം മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ NIA പ്രാഥമിക അന്വേഷണം പൂർത്തിയാകുമ്പോൾ നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പാക് സൈന്യത്തിലെ പാരാ കമാൻഡോ ആയിരുന്ന ഹാഷിം മൂസയടക്കം 3 ഭീകരരാണ് വെടി ഉതിർത്തത്. മറ്റൊരാൾ സമീപത്തെ വനമേഖലയിൽ ഒളിച്ചിരുന്നിരുന്നു. കോക്കർനാഗ് വനമേഖലയിൽ നിന്നും ഏപ്രിൽ 15-ന് പഹൽഗാമിൽ എത്തിയ ഭീകരർ ബൈസരൻ താഴ്വരയെ കൂടാതെ അരു താഴ്വര, ബൈതാബ് താഴ്വരയടക്കം 4 ലക്ഷ്യം വെച്ചിരുന്നു. ആക്രമണത്തിന് ഉപയോഗിച്ചത് അത്യാധുനിക M4 കാർബൈൻ തോക്കുകളാണ്.
ആശയവിനിമയത്തിനായി ഭീകരർ ഉപയോഗിച്ചത് ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണുകളെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഹിമാലയൻ വനമേഖലയിലെ കഠിന സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഭീകരർക്ക് പാക് സൈന്യത്തിൽ നിന്നും പരിശീലനം ലഭിച്ചതായി റിപ്പോർട്ടുണ്ട്. ഭീകരർക്ക് തെക്കൻ കശ്മീരിലെ വനമേഖലയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഭക്ഷണമടക്കം പ്രാദേശിക സഹായം ലഭിക്കുന്നുണ്ട് എന്നും ഭീകരബന്ധമുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്നും അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചു. ഭീകരബന്ധമുള്ള പ്രദേശവാസികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഏജൻസികൾ ഊർജിതമാക്കി. 26 നിരപരാധികളുടെ ജീവനെടുത്ത കൊടും ഭീകരർക്ക് പാക് പട്ടാളത്തിന്റെ പ്രത്യക്ഷ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതിന് പാകിസ്ഥാൻ എണ്ണി മറുപടി പറയേണ്ടി വരും. കാട്ടിലും നാട്ടിലും ഭീകരർക്കായുള്ള വേട്ട തുടരുകയാണ് ഏജൻസികൾ. പൂഞ്ചിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ വ്യക്തമായ ഒരു തന്ത്രവും സർക്കാർ ഇതുവരെയും രൂപീകരിച്ചിട്ടില്ലെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ പൂർണ്ണ പിന്തുണ പ്രതിപക്ഷം നൽകിയിട്ടുണ്ട്. ജാതി സെൻസസിനായി പോരാടിയ രാഹുൽ ഗാന്ധിക്ക് അഭിനന്ദനങ്ങൾ. RSSന്റെ ചിന്താഗതി കാരണമാണ് സെൻസസ് നീണ്ടുപോകാൻ കാരണമെന്നും മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിലാണ് ഈ പ്രതികരണങ്ങൾ ഉണ്ടായത്. വിനീത VG ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീത, പ്രവർത്തക സമിതി യോഗം അവസാനിച്ചിട്ടുണ്ടോ? ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്? ഒപ്പം തന്നെ വിവിധ വിഷയങ്ങളിൽ AICC അധ്യക്ഷന്റെ പ്രതികരണവും വന്നിട്ടുണ്ടല്ലോ. വിവരങ്ങൾ പറയും. പ്രസിഡന്റ് യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. KC വേണുഗോപാൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യോഗത്തിലെ ആമുഖ പ്രസംഗത്തിലാണ് ഇത്തരമൊരു പരാമർശം AICC അധ്യക്ഷൻ നടത്തിയിരിക്കുന്നത്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ വ്യക്തമായ ഒരു തന്ത്രവും സർക്കാർ ഇതുവരെ രൂപീകരിച്ചിട്ടില്ലെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചിട്ടുണ്ട് പ്രസംഗത്തിൽ. ഒപ്പം തന്നെ ഭീകരക്കെതിരായ പോരാട്ടത്തിൽ പൂർണ്ണ പിന്തുണ പ്രതിപക്ഷം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. സർവകക്ഷി യോഗത്തിലേക്ക് അടക്കം അക്കാര്യം വ്യക്തമാക്കിയതുമാണ്. ഇതിൽ രണ്ടാമത് ഒരു കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ജാതി സെൻസസുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രമേയങ്ങൾ ഈ വിഷയങ്ങളിൽ ഈ യോഗത്തിന് ശേഷം കോൺഗ്രസ് പുറത്തിറക്കും. ഈ ജാതി സെൻസസിനായി പോരാടിയ രാഹുൽ ഗാന്ധിക്ക് യോഗം അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ജാതി സെൻസസ് പ്രഖ്യാപിച്ച സമയവും സർക്കാരിന്റെ ഇക്കാര്യത്തിലെ മാറ്റവും ഞെട്ടിപ്പിക്കുന്നതാണെന്നും യോഗത്തിൽ ആമുഖ പ്രസംഗത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയിരിക്കുകയാണ്. RSSന്റെ ചിന്താഗതി കാരണമാണ് ഈ സെൻസസ് നീണ്ടുപോകാൻ കാരണമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മോദിയും BJPയും നിലവിൽ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഈ ജാതി സെൻസസ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കാഴ്ചപ്പാടാണെന്ന് നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതുമാണ്. ഈ ജാതി സെൻസസ് കൃത്യമായി നടത്തണം എന്നൊരു ആവശ്യം കൂടി അദ്ദേഹം ആമുഖ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വിനീത VG ആണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റിയേക്കും. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി K സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ സ്ഥാനമൊഴിയാൻ തയ്യാറാണെന്ന് K സുധാകരൻ വ്യക്തമാക്കിയെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടിമുടി മാറ്റത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ഇതിന്റെ ഭാഗമായാണ് KPCC പ്രസിഡന്റ് മുതലുള്ളവരുടെ മാറ്റം ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറാണെന്ന് K സുധാകരൻ നേരത്തെ തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചതായാണ് വിവരം. അതിനാൽ അന്തിമ തീരുമാനം ഉടനുണ്ടാകും. KPCC പ്രസിഡന്റ് മാറ്റത്തിന് തൊട്ടുപുറകെ KPCC ഭാരവാഹികൾ, DCC അധ്യക്ഷന്മാർ എന്നിവരിലും വലിയ അഴിച്ചുപണി ഉടനുണ്ടാകും. കൂടാതെ DCC ഭാരവാഹി പുനഃസംഘടനയും ആലോചിക്കുന്നുണ്ട്. KPCC DCC പദവികളിൽ യുവാക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കും. അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, സണ്ണി ജോസഫ്, ആന്റോ ആന്റണി, MM ഹസൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരുടെ പേരുകളാണ് പുതിയ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. ഇതിൽ അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ എന്നിവരുടെ പേരുകൾക്കാണ് മുൻഗണന. 24 കോഴിക്കോട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റും കേരള വിഷൻ മുൻ ചെയർമാനുമായിരുന്ന NH അൻവറിന്റെ സ്മരണാർത്ഥം NH അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർക്കാണ്. അടുത്ത ബുധനാഴ്ച എറണാകുളത്ത് നടക്കുന്ന NH അൻവർ അനുസ്മരണ ചടങ്ങിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം ചെയർമാനുമായ ശശികുമാർ പുരസ്കാരം സമ്മാനിക്കും. സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഇതോടെ വാർത്താ സന്ധ്യ പൂർത്തിയാവുന്നു.